അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഇനി ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. ദഫാണ് ഇനി ബാക്കിയുള്ളത്. അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമയം നമ്മൾ എടുത്തിട്ടുള്ളത്. നെസ്റ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ അതിൻ്റെ 10ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചത്. 10 വർഷം ഇതിനു വേണ്ടി പണിയെടുത്ത ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ഥാപനം, അതിൻ്റെ തറക്കല്ല് മുതൽ എങ്ങനെയാണിത് വന്നത് എന്ന് നമുക്കറിയാം. ബഹുമാന്യനായ PV മുഹമ്മദ് മാസ്റ്റർ റഹിമഹുമുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു സ്ഥാപനമാണിത്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൽ നിന്നൊരു സൽക്കർമ്മമായി ഇത് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം അദ്ദേഹത്തിന് ശക്തി പകർന്നുകൊണ്ട് നിരവധി ആളുകൾ ഇതിൻ്റെ 10 വർഷത്തെ ഇതിൻ്റെ പ്രയാണത്തിന്, മുന്നോട്ടുള്ള ഗമനത്തിന് ശക്തി പകർന്നുകൊണ്ട് ധാരാളം ആളുകളുണ്ടായി. ഈ പ്രദേശത്തുള്ളവരും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നും എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച ആളുകളുടെ പ്രയത്നത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ കാണുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു സംരംഭവും വരാറില്ല, മറിച്ച് അതിനെ അടിത്തട്ടിൽ നിന്ന് പണിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഒരു സംരംഭം വിജയിക്കാറും മുന്നോട്ട് ഗമിക്കാറുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നെസ്റ്റിൻ്റെ ഭാവി പദ്ധതികൾ നമ്മൾ ഒരു +2 വരെയുള്ള സ്കൂളായിട്ട് മാറണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ നമുക്ക് അംഗീകാരം കിട്ടുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കിട്ടും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ 8ാം ക്ലാസ്സാണ്, അടുത്ത വർഷം 9ാം ക്ലാസ് ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് 10ാം ക്ലാസ് വരും, +1 വരും, +2 വരും. +1ഉം +2ഉം ഇപ്പോൾ ജാമിഅ ബുസ്താനുൽ ഉലൂമിൻ്റെ കീഴിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷത്തിൽ ആ +1ഉം +2ഉം കൊമേഴ്സും സയൻസും ഹ്യൂമാനിറ്റിയുമൊക്കെ ഉള്ള വിവിധ കോഴ്സുകളായിട്ട് മുന്നോട്ട് വരും എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. നെസ്റ്റ് ഇൻ്റർനാഷണൽ സ്കൂളായിരിക്കും ഇനി +1ഉം +2വിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ +2 തലം വരെ ഉള്ള ഒരു സ്കൂളായിട്ട് മാറാൻ പോവുകയാണ് അടുത്ത അധ്യയന വർഷത്തോടു കൂടി. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും അതിനോടൊപ്പം ഉണ്ടാക്കണം. മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണിശമായ ധാർമ്മികത മുറുകെ പിടിക്കുകയും നിരന്തരമായി നമ്മുടെ മക്കൾക്ക് ധാർമ്മികതയെപ്പറ്റി ബോധമുണ്ടാക്കുകയും അള്ളാഹുവും റസൂലും മരണാനന്തര ജീവിതവുമൊക്കെ അവരുടെ നിരന്തരം ഓർമ്മകളിലൊക്കെ കടന്നു വരികയും അവരുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പാഠ്യപദ്ധതികളാണ് നമ്മൾ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റു സ്കൂളുകളിൽ ഒന്നും കാണാത്ത വിധത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള തർബിയ ക്യാമ്പുകളും തർബിയ ക്ലാസ്സുകളുമൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ കാലത്തിൻ്റെ ഒരു വിളി എന്നുള്ളത് നമുക്കറിയാം. പുതിയ കാലം എന്ന് മാത്രമല്ല, മനുഷ്യൻ പാപിയാകുന്നതിൻ്റെ കാരണം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് വലാ തത്തബിൽ ഹവ, നീ ദേഹേച്ഛയെ, നിന്റെ ആഗ്രഹങ്ങളെ നീ പിൻപറ്റി പോകരുത്. ഫയുളില്ലക അൻ സബീലില്ലാ, നിശ്ചയമായിട്ടും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളയും എന്ന് ഖുർആൻ പ്രവാചകന്മാർക്ക് താക്കീത് കൊടുക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കന്മാരോട് പറയാണ്, ഒരിക്കലും നിങ്ങളുടെ ദേഹേച്ഛകളെ, ആഗ്രഹങ്ങളെ, പൂതികളെ നിങ്ങൾ പിൻപറ്റിപ്പോകരുത് എന്ന് പറയാണ്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യാസമായിക്കൊണ്ട് പുതിയ കാലം കുട്ടികളുടെ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, അവരുടെ തലച്ചോറിനെ ഭരിക്കുന്നത് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഇഷ്ടങ്ങളും രസങ്ങളും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ഒന്നാണ് എന്ന കാഴ്ചപ്പാടിനെ ദാർശനികവൽക്കരിച്ചുകൊണ്ട്, സൈദ്ധാന്തികവൽക്കരിച്ചുകൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പഴയ കാലം മുതൽ മനുഷ്യൻ പാപിയായത് സ്വന്തം ഇച്ഛകളെ പിൻപറ്റിയിട്ട് തന്നെയാണ്. പക്ഷേ
അവിടെ ഒന്നും ന്യായീകരണം ഉണ്ടായിരുന്നില്ല. പാപങ്ങളെ സംബന്ധിച്ച് അതിനൊരു ദാർശനികതയുടെ കുപ്പായം അണിയിച്ചിരുന്നില്ല. എന്നാൽ പുതിയ കാലം അങ്ങനെയല്ല. എല്ലാ തിന്മകൾക്കും ഒരു ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നൽകുക, സൈദ്ധാന്തികമായ അടിത്തറയിൽ അതിനെ ന്യായീകരിക്കുക, ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരിൽ അതൊരു അവകാശമായി മാനവികതയ്ക്ക് നൽകണമെന്ന് സമൂഹത്തോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിലേക്കാണ് പുതിയ തലമുറയിലെ നമ്മുടെ മക്കൾ പോകുന്നത്. ആ രംഗത്ത് കുട്ടികൾക്ക് ബലം നൽകണമെങ്കിൽ, അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കണമെങ്കിൽ, അവരുടെ മനസ്സും ശരീരവും തിന്മയിൽ പതിക്കാതെ നേരെ ചൊവ്വ നന്മയുടെ പാതയിൽ നടന്നു പോകണമെങ്കിൽ തീർച്ചയായും നിരന്തരമായ നൈരന്തര്യമുള്ള ഒരു തർബിയ പഠനം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം, അവരുടെ തലച്ചോറുകളിൽ ഉണ്ടാകണം. എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമല്ല, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, പ്രവാചകന്റെ തീരുമാനമാണ്, വിശുദ്ധ ഖുർആന്റെ തീരുമാനമാണ് എൻ്റെ ജീവിതമെന്ന് സ്വയം അവർ തിരിച്ചറിയുകയും ജീവിതത്തിലെ തിന്മകളിലുള്ള ആസ്വാദനങ്ങൾ വേണ്ട എനിക്ക് എന്ന് തീരുമാനിക്കാനുള്ള ആർജവവും ശക്തിയും ഈമാനും അവർക്കുണ്ടാകണമെങ്കിൽ നിരന്തരമായി അവരുടെ ടീനേജിന്റെ ഈ കാലത്ത് നമ്മൾ കൂടെ ഉണ്ടാകണം. അതിനനുസരിച്ചിട്ടുള്ള പാഠ്യ പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം CBSE വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ ശക്തമായിട്ടുള്ള ഇസ്ലാമിക് പാഠവും നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ മക്കൾക്ക് മനസ്സുകളിൽ അള്ളാഹുവിനെ പറ്റി, പരലോകത്തെപ്പറ്റി നിരന്തരമായ ഓർമ്മ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ ഉണ്ടാകും, വേറെ ഒരു ഇടത്തും കാണാൻ സാധ്യമല്ല. ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ആനുവൽ ഡേ പ്രഖ്യാപിച്ചതിന് ശേഷം എനിക്ക് എറണാകുളത്തുള്ള ഒരു സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചിരുന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ പോയപ്പോൾ അവിടെ വലിയ സ്കൂളാണ്, അവിടെ വലിയ സംവിധാനങ്ങളുള്ള ആധുനിക രൂപത്തിലുള്ള എല്ലാ സെറ്റപ്പുകളുമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ചെന്നു, അവിടെ ക്ലാസ് എടുത്തു കൊടുത്തു. അതിനുശേഷം അവിടെയുള്ള മാനേജ്മെൻറ്റ് ഭാരവാഹികളും മറ്റൊക്കെയായി സംസാരിക്കുന്ന കൂട്ടത്തിൽ നെസ്റ്റിനെ പറ്റി അവർ ചോദിച്ചു. നെസ്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പാരമ്പര്യമുള്ള, വലിയ പിന്തുണയുള്ള, സാമ്പത്തികമായ അടിത്തറയുള്ള അവരോട് മത്സരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും നമ്മൾ അവർക്ക് വളരെ താഴെയാണ് ആ സ്കൂളിൻ്റെ ആളുകൾ. പക്ഷേ എന്നോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്നോട് അവർ പറയുകയാണ്, ഇന്ന് നെസ്റ്റിൻ്റെ അത്ര ഒരു ഇസ്ലാമിക് സിസ്റ്റം ഞങ്ങൾക്കില്ല. അവർ പറയാണ്, നെസ്റ്റിൻ്റെ അത്ര ഒരു ഇസ്ലാമിക് സിസ്റ്റം ഞങ്ങൾക്കില്ല, എങ്കിലും ഞങ്ങൾ പരമാവധി അത് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നെസ്റ്റിൻ്റെ ഇസ്ലാമിക് സിസ്റ്റം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അവർ പറഞ്ഞത്, നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് നെസ്റ്റിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും കാര്യങ്ങളും. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത്രത്തോളം ഇസ്ലാമിക് ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അതിനുള്ള ഒരു പരിഹാരങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഒന്ന് സഹായിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ സ്കൂളിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ഈ ഉന്നതി അതിനെ പറ്റിയിട്ട് പുറത്തുള്ള സ്കൂളുകൾ ആലോചിക്കുകയാണ്. നമ്മളെക്കാൾ വമ്പന്മാരായിട്ടുള്ള സ്കൂളുകൾ അതിനെപ്പറ്റി ആലോചിക്കുകയും അഭിമാനത്തോടെ നമ്മുടെ സംരംഭങ്ങളെ അവർ കാണുകയും ചെയ്യുന്നുണ്ട് എന്നത് സന്തോഷമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ്, മനോഹരമായ ഒരു ആനുവൽ ഡേ ആണ് നമ്മൾ ഇവിടെ സംവിധാനിച്ചത്. തീർച്ചയായിട്ടും ഈ മനോഹരമായ ആനുവൽ ഡേ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി കുറേ ആളുകൾ കുറേ ദിവസങ്ങളായി ഇവിടെ ചർച്ച ചെയ്യുകയും മീറ്റിംഗ് കൂടുകയും ഓരോ വകുപ്പുകൾ തിരിച്ച് അവരുടെ ഇൻചാർജുകൾ ഏറ്റെടുത്ത് അവരെല്ലാം തന്നെ നിരന്തരമായി ഇതിൻ്റെ പിറകിലായിരുന്നു. കൂടുതൽ പണിയെടുത്തവർ, അതിനേക്കാൾ കൂടുതൽ പണിയെടുത്തവർ, നിരന്തരമായി ഇതിനെപ്പറ്റി ചിന്തിച്ച ആളുകൾ, അത് PTA അംഗങ്ങളിൽ നിന്നും പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും നമുക്കുണ്ടായി. അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഓരോ പ്രശ്നങ്ങളും അവരെ നിരൂപണം ചെയ്ത് പോരായ്മ പരമാവധി വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ സംരംഭം ഒരുക്കിയത്. അൽഹംദുലില്ലാഹ്, അവരോടൊക്കെ കടപ്പാട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇതിൻ്റെ പുറകിൽ സഹായിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നെസ്റ്റിൻ്റെ അടുത്ത അതിൻ്റെ പ്രവേശനം, അതിൻ്റെ മുന്നോട്ടുള്ള ഗമനം അതൊരു +2 സ്കൂളായിട്ടായിരിക്കുമെന്ന് ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം എൻ്റെ വകയല്ല, മറിച്ച് ബഹുമാന്യനായ JBU
ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി എന്നോട് ഈ പ്രഖ്യാപനത്തിൻ്റെ ഈ ധൈര്യം എനിക്ക് തരുന്ന രൂപത്തിൽ അദ്ദേഹം അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ് എന്നോട്. അതാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ ടൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസം മാറ്റേണ്ടി വന്നതുകൊണ്ട് 12-ാം തീയതിയാണ് നമ്മൾ നിശ്ചയിച്ചത്. അന്ന് അദ്ദേഹം ഓക്കെ ആയിരുന്നു. പക്ഷേ 13-ാം തീയതിയിലേക്ക് മാറ്റിയപ്പോഴും അദ്ദേഹത്തിന് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്, ഒരു വലിയ സംരംഭത്തിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റാഞ്ഞത്. അപ്പോൾ അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ഒരു കാര്യം കൂടിയാണ്, ഇനി +2 സ്കൂളായിട്ടായിരിക്കും നെക്സ്റ്റ് സ്കൂൾ വരുന്നത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുകയാണ്. +2-ൻ്റെ ഈ 3 കോഴ്സുകളും ഉണ്ടായിരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന് ഈ JBUവിലേക്ക് കടന്നു വരുന്ന ഒരു KG കുട്ടി PG കഴിഞ്ഞ് തിരിച്ചു പോകാൻ സാധിക്കുന്ന വിധത്തിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു കലാലയ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ ഹറാമുകളില്ലാത്ത, ലഹരികളില്ലാത്ത, ഡ്രഗ്സ് ഇല്ലാത്ത, പോണോഗ്രാഫി ഇല്ലാത്ത, അത്തരം മോശമായ പ്രവണതകളില്ലാത്ത ഒരു കലാലയ അന്തരീക്ഷത്തിൽ അവൻ്റെ PG വിദ്യാഭ്യാസം വരെ അവന് നിലകൊള്ളാൻ പറ്റും. PG വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 22-23 വയസ്സ് അവനാകും. പിന്നീടുള്ള ജീവിതം അവന് തന്നെ നിയന്ത്രിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അവനറിയാം. അതുവരെ ഈ കലാലയം അവൻ്റെ പിറകെ നടന്ന് അവനെ നേരായ വഴിയിൽ നയിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മനോഹരമായി വിജയിപ്പിക്കുമാറാകട്ടെ. അത് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിൻ്റെ അണിയറ ശില്പികളായിട്ടുള്ള, ഇതിൻ്റെ അസ്ഥിവാരം തീർത്തിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള, മരണപ്പെട്ടു പോയതും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും, ഇതിൻ്റെ പിറകിൽ പണിയെടുത്ത എല്ലാ പേരൻസിനും, എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ ജീവനക്കാർക്കും, എല്ലാ ഹെഡ്സിനും അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു പ്രോഗ്രാം കൂടിയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. അതോടുകൂടിയായിരിക്കും നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.